ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. ചെറുതും വലുതുമായിട്ട് നമ്മൾ കൂട്ടി വെച്ചൊരു വീടുണ്ടാക്കുക ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ വീടിൻ്റെ പേര് പോലെ തന്നെ ഒരു ബത്ലഹേമായി. ആലീസിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി വന്നു. ഒരു പോസിറ്റീവ് എനർജി ഉള്ള, ഒരു ഐശ്വര്യമുള്ള, ഒരു ദൈവാധീനമുള്ള ഒരു തെളിച്ചം വീടാണ്. എന്ന് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ അനിയത്തിക്കുട്ടി അത്രയും പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വെച്ചാൽ എനിക്ക് ചെറുതിലേ തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് സീരിയൽസൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാവുന്നതാണ്. ചെറുതിലേ തൊട്ട് അവൾ സീരിയൽസ് ആണെങ്കിലും എന്താ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നിലേക്ക് വന്ന ഒരു കുട്ടിയാണ്. അവളിങ്ങനെ പറയും, എൻ്റെ ഡ്രീമായിരുന്നു ഒരു വീട് മേടിക്കണം, എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ആളെ കല്യാണം കഴിക്കണം, ഞാൻ അവളുടെ അമ്മ ഒരു റൂമിൽ ഇന്നത് മേടിക്കണം, ഇന്നതാവണം. എന്തായാലും അവൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം അവൾ നേടിയിട്ടുണ്ട്. ഇന്ന് ആലീസിൻ്റെ ബത്ലഹേമിൻ്റെ പാലുകാച്ചിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവളുടെ ഓട്ടം ഇതിൻ്റെ പിറകെയായിരുന്നു. ഭയങ്കര പ്രൗഡായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ഒരു ഫ്ലാറ്റ് എടുത്തു എന്ന് വന്ന് പറയുന്നത്. അപ്പം ഞാൻ അപ്പോഴേ അവളുടെ അടുത്ത്, നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് നമ്മൾ ഈ ഒരു കൊച്ചിയിൽ സെറ്റിൽഡായി ഇവിടെ ഒരു വീട് സ്വന്തമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമാണ്. എസ്പെഷ്യലി ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര വലിയ കാര്യമാണ്. കൂട്ടത്തിൽ ഒരാൾ ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കും കൂടെ വരാൻ പറ്റിയൊരു നെസ്റ്റാണല്ലോ. അപ്പോൾ ഇന്ന് വന്ന് കണ്ടപ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നി. എസ്പെഷ്യലി എനിക്ക് അവളെക്കുറിച്ചൊത്ത് ഭയങ്കര പ്രൗഡ് തോന്നി. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. അപ്പം ചെറുതും വലുതുമായിട്ട് നമ്മൾ കൂട്ടി വെച്ചൊരു വീടുണ്ടാക്കുക ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ വീടിൻ്റെ പേര് പോലെ തന്നെ ഒരു ബത്ലഹേമായി. ആലീസിൻ്റെയും ചേട്ടൻ്റെയും ലൈഫിൽ പുതിയൊരു മൈൽ സ്റ്റോണാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വീട്ടിൽ പുതിയ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ആലീസും ഞാനുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഞാനൊരു സീരിയൽ ചെയ്തു, അതായത് കുറേ ഇയേഴ്സ് ബാക്കാണ് ഒരു സീരിയൽ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ നാത്തൂനായിട്ട് അഭിനയിച്ചാണ് ആലീസ്. അപ്പോൾ അന്ന് മുതലുള്ള ഞങ്ങളുടെ ഒരു കമ്പനിയാണ്. അപ്പം ഞങ്ങളിതുപോലെ അന്ന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങളിങ്ങനെ, അവളിങ്ങനെ പറയും, എൻ്റെ ഡ്രീമായിരുന്നു ഒരു വീട് മേടിക്കണം, എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ആളെ കല്യാണം കഴിക്കണം, ഞാൻ അവളുടെ അമ്മ ഒരു റൂമിൽ, എൻ്റെ അമ്മ ഇടയ്ക്ക് വരും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഒരു റൂമിലായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ബെഡിൽ കിടന്ന് ഇങ്ങനെ പറയും, ഇന്നത് മേടിക്കണം, ഇന്നതാവണം. എന്തായാലും അവൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം അവൾ നേടിയിട്ടുണ്ട്. അതിൽ ആസ് എ ചേച്ചി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അതിപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്തിങ്ങനെ പറയാൻ എനിക്ക് കിട്ടണില്ല. അത്രയ്ക്ക് സന്തോഷമാണ്, ഹാപ്പിയാണ്. അവളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും അന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി അന്ന് അവൾ പറഞ്ഞതൊക്കെ തന്നെ അവൾ സക്സസ് ആക്കി ചെയ്തല്ലോ, അതന്നെ വലിയ ഹാപ്പി എന്ന് പറഞ്ഞു. അതൊക്കെ ഉള്ളൂ അവളെക്കുറിച്ച് പറയാനുള്ളത്. എപ്പോഴും എൻ്റെ സിസ്റ്ററാണ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായിട്ടോ ഞാൻ അവളെ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സിസ്റ്ററായിട്ട് എപ്പോഴും അവളുണ്ടാവും, ലൈഫ് ലോങ്. സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്, ഇവിടെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അല്ലാതെ അവളെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്നോ അല്ല അങ്ങനെ ആണെന്നോ അല്ല അങ്ങനെ പൊക്കി പറയാനോ താത്തി പറയാനായിട്ടൊന്നുമില്ല. ഇതാണ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അന്ന് ഉണ്ടായ അവളുടെ ഓരോ ഡ്രീമുകൾ സക്സസ് ആക്കി കൊണ്ടുവരും. ഇനിയും ഉണ്ടാവും കുറച്ച് കാര്യങ്ങളും കൂടെ, അത് അവൾ ഓക്കെ ആവും, ഓക്കെ ആയിട്ട് എടുക്കും, ഓക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒക്കെ നേരുന്നു. ഗോഡ് ബ്ലെസ് യു. എന്താ ഇത് എൻ്റെ മൂത്ത മോളെ പോലെ ഞാൻ കാണുകയാണ്. അത്രയ്ക്ക് സ്നേഹമാണ്. ഷൂട്ടിങ്ങിന് വരുമ്പോഴെല്ലാം ഞങ്ങൾ ഒരു റൂമിൽ എല്ലാവരും ഒത്തായിരിക്കും. എല്ലാ കാര്യങ്ങളും സംസാരിക്കണ ഒരു മോളാണ്.
ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയല്ലോ. അപ്പൊ ഇപ്പം കുറേ നാള് കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഒത്തിരി വർഷമായില്ല ആന്റി? ഒത്തിരി വർഷം ആയി. ഇപ്പൊ എന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ അവളും ബിസിയാണ്. അപ്പൊ വീടുമായിട്ട് അങ്ങനെ ഒരു ടച്ചില്ല അല്ലേ? ഞാൻ അവിടെ വന്നു കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ട്. അത് ഇപ്പൊ ആ വിഷമം അത് കോമ്പൻസേറ്റ് ചെയ്തു. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അതെന്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്ക് എന്താണ് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുതരും. സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്പമൊക്കെ ഉണ്ടെങ്കിൽ ആന്റി കൊണ്ടുതരും. അതൊന്നും മറക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കായിരുന്നു. കാരണം നമ്മൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു കുറെ ദിവസങ്ങളൊക്കെ നിന്ന് ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ആന്റി കൊണ്ടുതരും. അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ആന്റി. ഇങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷം എന്റെ കൊച്ചിനെ കണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സ്റ്റാർ മാജിക് ഫാമിലിയിലെ ഞങ്ങളുടെ ഒരു വലിയ ബന്ധം ആലീസ് ക്രിസ്റ്റിയുടെ ഹൗസ് വാമിംഗ് ആണെന്ന് അതിന് വന്നേക്കാണ്. ഇത് ഫ്ലാറ്റ് വാമിംഗ് അല്ലേ? ഫ്ലാറ്റ് വാമിംഗ് ആ പരിപാടി നിർത്തി മോരിൻ്റെ പുളിയും തീർന്നു. ചീച്ചിലൊരു കുറവില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യമുഹൂർത്തമാണ് വിവാഹം, പിന്നെ ഒരു പാർപ്പിടം. അതൊരു സ്വപ്നമാണ്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരിയുടെ ഫ്ലാറ്റ് ഫാമിങ്ങിന് വന്നേക്കാണ്. നമ്മുടെ ആധികാരികമായി സംസാരിക്കാനായി ഞാൻ ബിനീഷ് ബാസ്റ്റിന് മൈക്ക് കൈമാറുന്നു. ടീമേ നമസ്കാരം. ഞാനൊരു വീട് വെക്കാനുള്ള സ്വപ്നത്തിലാണ്. വീടെന്ന് പറഞ്ഞ സ്വപ്നമാണ് അല്ലേ? കല്യാണം സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല, കല്യാണം നടക്കുന്നതാണ്. അപ്പോൾ പലവരുടെയും ഹൗസ് വാമിങ്ങും ഫ്ലാറ്റിലെ താമസമൊക്കെ ഞാൻ കൂടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷത്തിനപ്പുറം ഒരു വിഷമവും കൂടിയുണ്ട്. ഭയങ്കര ഹെവി ആയിട്ടൊക്കെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അത് കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ലോകത്തിലേക്ക് ചെന്ന പോലെയാണ് ഈ ഒരു ഫ്ലാറ്റിലേക്ക് ചെല്ലാനിട്ട്. നമുക്ക് സാധാരണ രീതിയിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ആലിസിൻ്റെ ഹൗസ് വാമിങ് വന്നപ്പോൾ ഞാനൊരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വീട്. എന്നാൽ ഇത്രയും വലിയ ഒരു ഇതിലേക്ക് പോകില്ല. എൻ്റെ വീട് ചെറിയൊരു വീടായിക്കോളൂ. അപ്പോൾ ആലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് ആലീസിനെ പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയും എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് അല്ലേ? പരിപാടിയൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർ മാജിക്കിലെ ഫാമിലിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് തമാശകളും അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു ആളെ ഹാപ്പി ആക്കാൻ കഴിയുന്നത് ഭയങ്കര സംഭവമാണ്. അതൊക്കെ ഇവരൊക്കെയാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നിന്ന് പ്രോഗ്രാം പിടിച്ച് എത്തിയത്. വളരെ സന്തോഷം. ബിൻചേട്ടൻ്റെയും സുമേഷിൻ്റെ കൂടെയൊക്കെ ടീമിൻ്റെ വീണ്ടും ഒരു ഫംഗ്ഷനിൽ കൂടാൻ പറ്റിയില്ല. സുമേഷ് ബാക്കി പറയും. ഞാൻ പറയാനൊന്നുമില്ല. എന്താ പറയുക, ഞാൻ ഈ സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം നമ്മൾ കുറേ ചാനൽ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നതിന് ഒരു കുടുംബം അല്ലെങ്കിൽ എന്താ പറയുക വിളിക്കുകയും സംസാരിക്കുകയും കാണാതിരിക്കുമ്പോഴുള്ളൊരു വിഷമവും അങ്ങനെയൊക്കെയാണ്. ഇപ്പം സ്റ്റാർ മാജിക്ക് നിർത്തി. എന്നാലും ഇപ്പോഴും ഈ പറയുന്ന ആലീസ് നമ്മൾ സ്റ്റാർ മാജിക്കിൽ വന്ന് കണ്ട പരിചയത്തിൻ്റെ പുറത്ത് ഇപ്പോഴും വിളിക്കുകയും കുറേ പ്രാവശ്യം വിളിച്ചു, ഒരു 3-4 പ്രാവശ്യം വിളിച്ച് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വിളിച്ച് അവളുടെ ഒരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്വപ്നമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ആലീസിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുകയാണ്. എല്ലാ ദൈവാധീനവും ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ടുള്ള ഈ ഭവനത്തിലെ ജീവിതം. അതേപോലെ തന്നെ ആലീസിൻ്റെ ബ്ലോഗ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഫാമിലിനെയൊക്കെ നമ്മൾ ചാനലിലൂടെ കണ്ടേക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതും ഭയങ്കര സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഫുഡ് നല്ല ഉഗ്ര ഫുഡായിരുന്നു കേട്ടോ. കറികളായാലും എല്ലാം നല്ല നാടൻ സംഭവങ്ങളായിരുന്നു. ഫുഡ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ എനിക്ക് കൂർക്കട്ട പന്നി അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചേട്ടനെന്താ ഇഷ്ടപ്പെട്ട? എനിക്ക് തണ്ണിമത്തൻ ജ്യൂസ് കഴിച്ചിട്ട് സത്തിൻ്റെ മീശ പോലെ എന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടം വരെ ഒരു കുഴപ്പമില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? പിന്നെ ആലീസിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി വന്നു. ഒരു പോസിറ്റീവ് എനർജിയുള്ള, ഒരു ഐശ്വര്യമുള്ള, ഒരു ദൈവാധീനമുള്ള ഒരു തെളിച്ചം വീടാണ്. അല്ല, അത് എല്ലാ വീടുകളിൽ അത് കിട്ടണമെന്നില്ല. ചില വീടുകളിൽ കയറി ചെല്ലുമ്പം നമുക്കൊരു വേറെ സംഭവമായിരിക്കും. പക്ഷേ ഇത് വളരെ സന്തോഷം, ഒരു മനസ്സിന് കുളിർമയൊക്കെ ഉള്ള നല്ലൊരു വീട്, നല്ലൊരു ദൈവാധീനം പോലെ തന്നെ വീട്. അതെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കൂട്ടുകാരിക്ക്.
ആലിസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ അനിയത്തിക്കുട്ടി അത്രേ പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വെച്ചാൽ എനിക്ക് ചെറുതിലേ തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് സീരിയൽസൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാവുന്നതാണ്. ചെറുതിലേ തൊട്ട് അവൾ സീരിയൽസ് ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നിലേക്ക് വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ലൈഫിൽ നടക്കുമ്പോൾ ഒറ്റ സന്തോഷിച്ച ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്നാട്ടോ എൻ്റെ വിശ്വാസം. അപ്പം ഞാനിങ്ങനെ മിസ്സസ് ഹിറ്റ്ലർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആലിസുട്ടി എന്നോട് പറഞ്ഞത്, ചേച്ചി ഒരു വീട് വേണം ചേച്ചി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ഒരു നേർച്ച നേർന്നാണ് വേളാങ്കണ്ണിയിൽ. അത് അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ, വേളാങ്കണ്ണിയിൽ ഒരു നേർച്ചയുണ്ട്. വീട് വേണം എന്നുള്ളവർക്ക് അവിടെ താഴിട്ടിട്ട് ഒരു താക്കോല് അവിടുത്തെ നമ്മുടെ നേർച്ചപ്പെട്ടിയിലിടണം, ഒരു താക്കോല് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ താക്കോല് നമ്മൾ വീട് പണിതതിന് ശേഷം, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടോ വീട് മേടിച്ചതിന് ശേഷമോ നമ്മൾ തിരിച്ചാ വേളാങ്കണ്ണി പോയിട്ട് ആ താക്കോല് തിരിച്ചങ്ങോട്ടേക്ക് ഇടണം എന്നാണ് പറയുക. അത് ചെയ്തിട്ട് എനിക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ രണ്ടാമത് നടന്ന ഒരാളാണ് നമ്മുടെ ആലിസൂട്ടി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു നേർച്ച അവിടെ നേർന്നായിരുന്നു. ആ താക്കോൽ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മോളെ തിരിച്ചുകൊണ്ട് വേളാങ്കണ്ണിയിൽ ഇട്ടോളോട്ടോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യം നടന്നു എന്ന് പറയുമ്പോഴും, പിന്നെ അതുപോലെ അതും ആലിസൂട്ടി നടന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ഒരു ത്രില്ലും സന്തോഷത്തിലും കേട്ടോ ഞാൻ. അപ്പം എന്താ പറയുക, കുറച്ച് ഓവറായി പോയോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് കേട്ടോ, കാരണം ഭയങ്കര സന്തോഷം, അതുകൊണ്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും അവൾക്ക് ഒരുപാട് 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 ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അവസാനം ഞങ്ങള് നമ്മുടെ വീട്ടിൽ കയറി. എത്ര നാളത്തെ കാത്തിരിപ്പല്ലേ, ഒരു അറൗണ്ട് ഒരു 13 മാസം 13 അതിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു എങ്ങനെ പോയാലും ഒരു വർഷവും ഒരു 6 മാസമെങ്കിലും, ഒരു 1.5 വർഷം അടുപ്പിച്ചായെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ ഇതിന്റെ പുറകെയുള്ള ഓരോരോ പർച്ചേസ് ചെയ്തതോ, നമ്മൾ പർച്ചേസ് ചെയ്തത് കഴിഞ്ഞ ജൂണിൽ എൻ്റെ ബർത്ത്ഡേയുടെ അന്നല്ലേ നമ്മൾ രജിസ്ട്രേഷൻ്റെ പേപ്പർ, അതെ രജിസ്ട്രേഷൻ്റെ പേപ്പർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ബർത്ത്ഡേയുടെ അന്നാണ്. അപ്പം ജൂൺ മന്ത് കൂട്ടിയാൽ മതി. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു വർഷവും 4 മാസവും കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വപ്ന ഭവനത്തിലേക്ക് കയറാൻ പറ്റിയത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അല്ലേ ഇതുപോലെ കാണാൻ. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളിൻ്റെ കാത്തിരിപ്പാന്ന് പറയാം. എനിക്ക് തോന്നുന്നു നമ്മളത് 2-3 തവണ ഇതുപോലെ പാലുകാച്ചിന് ഡേറ്റ് എടുത്തു. ആദ്യം ഏപ്രിൽ 23 ഡേറ്റ് എടുത്തത്. എനിക്ക് തോന്നുന്നു മേഡം 10 അത് മുടങ്ങി. അതിനുശേഷം നമ്മൾ സെപ്റ്റംബർ 10 എടുത്തു, അന്നും നടന്നില്ല. സെപ്റ്റംബർ 25 വെച്ചു, അന്നും നടന്നില്ല. അവസാനം ഞാൻ ഡേറ്റ് എടുക്കുന്ന പരിപാടി നിർത്തി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പണി തീർന്ന് ഓക്കെ നമുക്ക് പണി തീർന്ന് നമുക്ക് കയറാം എന്നുള്ള സിറ്റുവേഷൻ എത്തുമ്പോൾ അങ്ങ് കയറാൻ കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ താമസിക്കുന്ന ആ റെൻറ്റഡ് ഹൗസിൽ നിന്ന് പെട്ടെന്ന് മാറിക്കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഭീകരമായൊരു പ്രഷർ വന്നപ്പോൾ പിന്നെ എന്ത് പറ്റി, തല്ലിക്കൂട്ടി ചവിട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ ഞങ്ങൾ ഒക്ടോബർ 1 എന്നുള്ള ഡേറ്റ് വെച്ചു. ഒക്ടോബർ 1 ഇവിടെ പണി തീർന്നാലും തീർന്നില്ലെങ്കിലും പാല് കാച്ചിരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലായിരുന്നു നമ്മൾ. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒരു 99% അല്ല, ഒരു 95% കഴിഞ്ഞു. ഒരു 5% കൂടെ ഇനി ഒരു അല്ലറ ചില്ലറ പണികൾ, ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്താ പറയുക, ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ കുറച്ച് ടിന്നറിട്ട് ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. വലിയ പണികളെല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച ആ ഒരു ദിവസമല്ലേ. കഴിഞ്ഞ 2-3 മാസം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ട്രാവലിലായിരുന്നു. ഈ വീട് ഞാനിവിടുന്ന് പോയ സമയത്ത് എനിക്ക് തോന്നുന്നു ടൈലും എന്തോ ചെറിയ സാധനങ്ങൾ മാത്രം ഇട്ടിരിക്കുന്ന ടൈല് മാത്രം ബാക്കിയെല്ലാത്തിൻ്റെ അസ്ഥി കൂടും. ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പായിരുന്നു ആക്ച്വലി. മെനങ്ങാൻ വന്നു. ഇന്ന് പാലുകാച്ചിൻ്റെ ഡേറ്റും ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഇവിടെ വരുന്ന ഓരോ ആൾക്കാരെയും ബുദ്ധിമുട്ടിച്ച് എന്തായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇവൾ ഭയങ്കര പെർഫെക്ഷൻ ആളാണ്. ഒരു ചെറിയ സ്ക്രാച്ച് ആയാലും ഒരു സാധനം ആയാലും സമ്മതിക്കില്ല. കാര്യം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഞാനിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്ക് ആയിരുന്നു. 2 ദിവസം മുമ്പ് വന്നപ്പോഴത്തേക്ക് ഞാൻ വന്നപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആയി. പക്ഷെ ആ ഷോക്കൊന്നും ഞാൻ കണ്ടതേ ഇല്ല കേട്ടോ. നേരിട്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ഷോക്കാവായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മറ്റേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മറ്റേ തൂണ് തൊട്ട് തുരുമ്പ് വരെയുള്ള സാധനങ്ങൾ ഒരിക്കലുമല്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ഐറ്റംസ് ആണ് എല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ മുക്കിലും മൂലയിലും എനിക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് എടുത്തതായാലും ഒരു ചെടി എടുത്തതായാലും പെയിൻറ്റിൻ്റെ കളറായാലും ഇപ്പം എല്ലാത്തിൻ്റെയും കാര്യം നമ്മൾ കറക്റ്റ് നമ്മുടെ ഇഷ്ടം നോക്കി അത് ഏത് കളർ ചേരും ഏത് കളർ ചേരില്ല നോക്കി
എടുത്തതാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നെ തുണച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട് മേടിച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞല്ലോ. 1.5 വർഷത്തിന് മുമ്പേ തുടങ്ങിയ പർച്ചേസാണ്. സോഫ മേടിച്ചു, ഡൈനിങ് ടേബിൾ മേടിച്ചു, പലതും പല സമയത്ത് മേടിച്ചു. ഈ കളറുകളെല്ലാം കൂടെ എങ്ങനെ ഒരു വീടിനകത്ത് ഒരുമിച്ച് ചേർക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കിളി പോയ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. കാര്യം നമ്മുടെ ഭർത്താവിന്റെ ഇടപെടൽ ഉണ്ടായില്ല. അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല. കൽക്കട്ടയിലായിരുന്നു കൊണ്ട് മേടിച്ചു തീരുന്ന സാധനം എങ്ങനെ ഏത് സ്ഥലത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് കൊണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്റെ റോൾ ഇത് മാത്രമായിരുന്നു. സാധനം ഈ സോഫ സെറ്റ് മേടിച്ചിട്ട് 1.5 വർഷമായി. അതിന്റെ കളർ പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഭയങ്കര നുണയനാണ്. അതിന്റെ കളർ പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഒരു ദൈവഭാഗ്യം കാരണം എല്ലാം ലാസ്റ്റ് ഇട്ടിട്ട് വന്നപ്പോൾ പരസ്പരം മാച്ചായി എന്നുള്ളതാണ്. അമ്മ വീട് കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ദൈവം ഇത്രയും അനുഗ്രഹം എൻ്റെ മകൾക്കും മകനും കൊടുത്തതിന് ദൈവത്തോട് 100 നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്ക് സന്തോഷമായി. ഇത്രയും നല്ലൊരു ഭവനം കൊച്ചിന് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. അമ്മ ഇമോഷണലായി. അമ്മ എപ്പോഴും വിചാരിച്ചിരുന്നോ നമ്മൾ ചെയ്യുന്നത് പോലെ? ഇല്ല ഇല്ല, കണക്കൊരു വീട് വെക്കുന്നു വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. സന്തോഷം. വീടെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് സ്ഥലം ഇഷ്ടപ്പെട്ടെ? എല്ലാ സ്ഥലവും ഇഷ്ടപ്പെട്ടു. പ്രെയർ യൂണിറ്റ് കൊള്ളാം, അത് സൂപ്പറായിട്ടുണ്ട്. ദൈവത്തിന് നല്ലൊരു സ്ഥാനം കൊടുത്തതിന് ഏറ്റവും നന്ദി പറയുന്നു. എനിക്ക് പ്രത്യേകിച്ച് അതിനൊരു അനുഗ്രഹം കിട്ടട്ടെ. എനിക്ക് വീട് ചെയ്ത സമയത്ത് എനിക്ക് പ്രെയർ യൂണിറ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, വീട്ടിൽ നമ്മൾ ഇത്രയും ദൈവം നമുക്ക് തന്നല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലൊരു സ്ഥാനം ദൈവത്തിന് ഇരിക്കാൻ കൊടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ചെയ്തതാണ് പ്രെയർ. അപ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും അമ്മേനെ കാണിക്കുക എക്സൈറ്റ്മെൻറ്റ് പ്രെയർ യൂണിറ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അത്ര അങ്ങനെ പാല് കാച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീർന്ന് നമുക്ക് കയറാൻ പറ്റിയത്. എന്താ പറയുക, ഭയങ്കര സന്തോഷവും ദൈവത്തിനോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുമാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഓഫീസ് ഇനാഗ്രേഷൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഞാൻ ലൈഫിൽ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് ദൈവം തന്നിട്ടുള്ളൂ. അതുപോലെ ഈ വീടിൻ്റെ കാര്യം, ഞാൻ ചെറിയൊരു വീട് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വലിപ്പത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ ചെറിയൊരു വീട് ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ സ്വപ്നം കണ്ടതിനെക്കാട്ടിലും നല്ല സൗകര്യങ്ങളുള്ളതും മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു വീട് തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്കതിൽ ദൈവത്തിനോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ എന്താ പറയുക, വീട് മേടിച്ചതിൻ്റെ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഓരോ തവണ ഞാൻ ഈ വീട്ടിൽ കയറുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ദൈവമേ നന്ദി നന്ദി ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട്. അപ്പം അതുപോലെ ഇന്നത്തെ ദിവസം കയറാൻ പറ്റി. ഈ പാലുകാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ ഡേറ്റ് ഓരോന്നും എടുത്തിട്ട് മാറ്റിയായിരുന്നു. ഞാൻ ആദ്യം നമ്മളെടുത്തത് മേടം 10 ഏപ്രിൽ 23 എന്നുള്ള ദിവസമായിരുന്നു. അന്ന് നമ്മൾ വിചാരിച്ച പോലെ പണി കഴിഞ്ഞില്ല, ആ ഡേറ്റ് മാറ്റി. അതിനുശേഷം നമ്മൾ സെപ്റ്റംബർ 10 എന്നുള്ള ഡേറ്റ് എടുത്തു, അതും നമുക്ക് പണി കഴിഞ്ഞില്ല, അത് മാറി. പിന്നീട് സെപ്റ്റംബർ 25 എങ്ങാനും വെച്ചാലോ എന്നുള്ളൊരു ആലോചനയിൽ വന്നു, അപ്പോഴും പണി കഴിഞ്ഞില്ല, അതും മാറി. പിന്നീട് ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് വീട് കയറിയേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലായി. കാര്യം നമ്മൾ ഓൾറെഡി റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വരുന്ന 30-ാം തീയതി ഇവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ഒരു ദിവസം പോലും നമുക്ക് ഇനി അലോ ചെയ്ത് തരില്ല. കാര്യം നിങ്ങളൊരു 6 മാസമായിട്ട് മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ മാറിക്കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇത് വന്നു. അപ്പം അവിടെ നിന്നും ഭയങ്കരമായിട്ടൊരു പ്രഷർ വന്നു, മാറിയേ പറ്റുള്ളൂ 30-ാം തീയതി. അപ്പം ഇത് നടക്കുന്ന സമയത്തും 30-ാം തീയതി മാറാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. കാര്യം കുറച്ച് പണികൾ അധികം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പം എങ്ങനെയൊക്കെയോ രാത്രിയും പകലൊക്കെ ആയിട്ട് പണി തീർത്ത് ഒക്ടോബർ 1-ാം തീയതി കയറാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഈ ഒക്ടോബർ 1-ാം തീയതി നമ്മൾ പാല് കാച്ചിയത്. ഈ ഒരു വീടിൻ്റെ കാര്യം പറയുമ്പോഴായാലും ഞാൻ ആദ്യമായിട്ട് ഈ വീട് വന്ന് കാണുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. 10-ാം തീയതി ബുധനാഴ്ചയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ വീടെല്ലാം തീരുമാനിച്ചു ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് അല്ല, എനിക്ക് ബാങ്കിൽ നിന്ന് ലോണിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ശരിയായത് മെയ് 10-ാം തീയതി ആയിരുന്നു. അതിനുശേഷം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വന്നത് ഇതൊന്നും പ്ലാൻ ചെയ്തൊന്നല്ല കേട്ടോ, രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വന്നത് ജൂൺ 10-ാം തീയതി ബുധനാഴ്ചയായിരുന്നു.
അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ 10 ബുധൻ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു 10-ാം തീയതി ബുധനാഴ്ചയിൽ പാല് കാച്ചണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് മേടം 10 എന്നുള്ള ഡേറ്റ് ബുധനാഴ്ചയായിരുന്നു അതെടുത്തത്. അപ്പോൾ അതിങ്ങനെ മുടങ്ങി പോയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഒക്ടോബർ 10-ാം മാസം ഒരു ബുധനാഴ്ച തന്നെ എനിക്ക് കയറാൻ പറ്റി. അതും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിൽ ഒരു 3D കണ്ടപ്പം നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വരുമോ എന്നെനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 3Dയിൽ കണ്ടതുപോലെ നമ്മൾ കുറേ നാൾ ഫോണിൽ ഫോട്ടോയിൽ കണ്ട അയ്യോ എന്ന് എൻ്റെ വീടിൻ്റെ പണി കഴിയും, എന്ന് കയറാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിരുന്ന സാധനം നേരിട്ട് കയറുന്ന ആ ഒരു ദിവസം വന്നപ്പം എനിക്കൊരു ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് പാല് കാച്ചിൻ്റെ ഇന്നത്തെ ദിവസത്തിലുണ്ടായ ഫീലിലുപരി എനിക്ക് ഭയങ്കരമായൊരു ഫീൽ ഉണ്ടായ ദിവസം എന്ന് പറയുമ്പം 2 ദിവസം മുന്നേ രാത്രി, അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഇലക്ട്രിക്കലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ വീട് രാത്രി ഞാൻ ഫുൾ ലൈറ്റ് ഇട്ട് കണ്ടൊരു ദിവസമുണ്ട്. എല്ലാ ലൈറ്റും എല്ലാത്തിനും ഫിക്സിങ് എല്ലാം കഴിഞ്ഞു, ലൈറ്റ് ആദ്യമായിട്ട് ഫുൾ ലൈറ്റ് ഓൺ ചെയ്തു. അന്ന് എനിക്ക് ഉണ്ടായൊരു ഫീൽ എന്ന് പറയുമ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ആ ഫീൽ അത്രയും ഫീൽ എനിക്ക് പാലേച്ചൻ അന്ന് എനിക്ക് ഉണ്ടായില്ല കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. നമുക്ക് സന്തോഷവും ഭയങ്കര ഒരു നന്ദി, മനസ്സുകൊണ്ട് ദൈവത്തിനുള്ള നന്ദിയും കൊണ്ട് നിറഞ്ഞിട്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്നത്തെ ദിവസം. അന്ന് എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ ഓരോ സ്ഥലം അയ്യോ എൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞോ, നമ്മൾ വീട്ടിൽ കയറാൻ പോവുകയാണോ, ആ ഒരു രീതിയായിരുന്നു അന്ന് ഫുള്ള്. അന്ന് രാത്രി ഞാൻ കുറേ നേരം നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് ഓൺ ചെയ്ത് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഓക്കെ, അവസാനം നമ്മൾ കയറാറായി, വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞെന്നുള്ള രീതിയിൽ. ഇന്നും നമ്മുടെ പാല് കാച്ചിൻ്റെ ദിവസങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ വിളിച്ച ആൾക്കാരിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 10 മാക്സിമം ഒരു 15 പേര് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബാക്കി വിളിച്ചവരെല്ലാവരും വന്നു. എനിക്കത് ഭയങ്കര എന്താ പറയുക, എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാര്യം ട്രിവാൻഡ്രത്തു നിന്നൊക്കെ, നമ്മളിപ്പോൾ എറണാകുളത്താണല്ലോ, അവിടെ നിന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം വന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ശ്രീജ ചേച്ചിയും ഫാമിലിയും. ചേച്ചിയൊന്നും ഇത്രയും ദൂരത്തുനിന്ന് എനിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ കൂടെ ആരൊക്കെ വന്നിരുന്നോ, ആരൊക്കെ ഉണ്ടായിരുന്നോ, എല്ലാവരും നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവരായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഫുൾ ഫാമിലി ആയിട്ട് വന്നു. ഇവിടെ സ്റ്റാർ മാജിക്കിൽ നിന്ന് എല്ലാവരും വരാൻ പറ്റി, എല്ലാവരും വന്നിരുന്നു. അതും ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ദിവസം ഞാൻ എത്ര നന്നാണെന്ന് ആഗ്രഹിച്ചു അതിൻ്റെ ഇരട്ടി നന്നായിട്ട് കിട്ടി. നമ്മുടെ പാലേച്ചൻ ദിവസം ഫുഡ് അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ എടുത്തു. ഫുഡ് നല്ലതായിരിക്കുമോ, വരുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമായിരിക്കും, എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു, നമ്മുടെ എന്താ പറയുക വീട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും പറഞ്ഞു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ട് മനസ്സ് നിറഞ്ഞതായിരുന്നു. ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിരുന്നു, അടൂരിൽ നിന്നും എല്ലാവരും വന്നിരുന്നു. എല്ലാവരും ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി അവർ മെനക്കെട്ട് ഒരു ദിവസം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി വന്നവരാണ് എല്ലാവരും. അപ്പോൾ ഇന്നലെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇന്നലെ എൻ്റെ ഫാമിലിയിൽ നിന്ന് പപ്പയും അമ്മയും ചേച്ചിയും എൻ്റെ വല്യമ്മച്ചിയും ബിന്ദു ചേച്ചിയും മക്കളും ലിനി ചേച്ചിയും വിജയസേന ലിസ് ചേച്ചി അങ്ങനെ എല്ലാവരും തലേ ദിവസമേ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അതെനിക്ക് ഇരട്ടി സന്തോഷമായി, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഈ ഒരു ആവശ്യത്തിന് എന്താ പറയുക കൂടെ നിന്നത് ഫുൾ ടൈം എൻ്റെ കൂടെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾക്ക് ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നത് മെർലിനായിരുന്നു. ഞങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ബംഗാളികൾ ഓഫ് ദ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ വിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ എൻ്റെ ഓർമ്മയിൽ കറക്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ 22-ാം തീയതി തുടങ്ങിയ നിലം തൊടാതെയുള്ള ഓട്ടം അന്ന് മുതലാണ് തുടങ്ങിയത്. കാര്യം ഇരിക്കാൻ പോലും നേരമില്ലാതെ എനിക്ക് 2 കാലും വേദന, എൻ്റെ 2 കാലിലും നീര് പോയി. എനിക്ക് ഒരു ദിവസം ഇരിക്കാനുള്ള നേരമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങും, അത് പോയി ചെയ്യും, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. വന്നിരുമ്പോൾ ഇവിടെ കുറേ പണി കാണും, താഴത്തെ സാധനങ്ങൾ റെൻറ്റിന് താമസിക്കുന്നിടത്തുനിന്ന് അത് പതിയെ ഒതുക്കി തുടങ്ങി ഇവിടേക്ക് കാര്യങ്ങൾ കയറണം. അങ്ങനെ ഫുൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലീനിങ്ങിന് ഇറങ്ങും. വെർലിൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തൂക്കാനും തുടയ്ക്കാനും സാധനങ്ങൾ പറക്കാനും കയറ്റാനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഈശാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിൻ്റെ ആവശ്യമായിട്ട് കൽക്കട്ടയിലായിരുന്നു. പാലുകാച്ചിന് 2 ദിവസം മുന്നേ മിനിഞ്ഞാണ് ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് ഈശാൻ ഈ ഒരു വലിയ പണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ പട്ടിപ്പണിയുടെ അങ്ങേ അറ്റം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാര്യം ഞാൻ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഈ ഒരു വീട് മാറാന്ന് പറയുമ്പോഴേ
അത് ഇത്രയും വലിയൊരു പണിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, നമ്മുടെ വീട് വലിയ വലിയ നമുക്ക് അവിടെ താഴെ വലിയ ഫർണിച്ചറൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു അധികം ഫർണിച്ചറൊന്നും മേടിച്ച് കൂട്ടണ്ട, നമ്മൾ എപ്പോൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക അപ്പം നമുക്ക് മേടിക്കാം. അപ്പം എൻ്റെ മനസ്സിൽ വലിയ സാധനങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു. ഓരോരോ റാക്കിനുള്ളിൽ ഒരാവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ കുത്തി ഞെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്തെ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കിയത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. അതെനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എങ്ങനെ ഞാനും മെർലിനും കൂടെ ഇത് മുഴുവൻ ചെയ്ത് തീർത്തു എന്ന് ആലോചിക്കുന്നു. കുറേ പണിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിലം തൊട്ടിട്ടില്ല, ചെടിച്ചട്ടി മേടിക്കുന്ന പോലെ ചെടിയുടെ വളം മേടിക്കുന്നത്, ചെടി മേടിക്കുന്നത്, അത് ഇത് പാല് കാച്ചാനുള്ള കലവും കൂടെയൊക്കെ ഷിബിയും കുക്കും കൂടെയാണ് പോയി മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ലിസ്റ്റ് ഇടും, ഈച്ച് ആൻഡ് എവറിത്തിങ്. നമ്മളെ ടവല്, അത് ഇത്, ബാറ്ററി, മറ്റത് മറിച്ചത്, വിളിക്കാനുള്ള ആൾക്കാർ, നമ്മുടെ പാല് കാച്ചിനുള്ള എല്ലാ ആൾക്കാരെയും ഇരുന്ന് വിളിച്ചത് ഞാനാണ്. അത് ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസം എനിക്ക് തല പുകഞ്ഞു. അത്രയ്ക്ക് നമ്മൾ ലിസ്റ്റും കാര്യങ്ങളും എഴുതി ആരെയും വിട്ടുപോകാനും പാടില്ലല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഓട്ടപ്പാച്ചിലായിരുന്നു. പക്ഷെ ഷിബിനും കുക്കും അവരും ജോലി തിരക്കും കാര്യങ്ങളായിരുന്നു. പക്ഷെ ലാസ്റ്റ് 2 ദിവസം മുതൽ, നമ്മുടെ പാലുകാച്ചിന് 2 ദിവസം മുതൽ, ഇപ്പം അതായത് എനിക്ക് തോന്നുന്നു 30-ാം തീയതി മുതൽ, 30 28, 29 ആ ദിവസം മുതൽ ഷിബിയും കുക്കും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയായിരുന്നു കേട്ടോ. പിന്നെ അവർ വന്നു, അവർ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, ഞാനും കുക്കും കൂടെ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഷിബി വന്നു. പിന്നെ ഷിബിയും കുക്കും എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുമ്പം താഴത്തെ കംപ്ലീറ്റ് ഷിഫ്റ്റിങ്. അതായത് ആ വീട് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ, നമ്മൾ വന്ന സമയത്ത് ഇല്ലായിരുന്ന ഒരു കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റാനായിട്ട് അവർ രണ്ടുപേരുമാണ് മുൻകൈ എടുത്ത് ഫ്രണ്ടിൽ നിന്ന് ഫുൾ മാറ്റിയത്. ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൂടെ നിന്നതേ ഉള്ളൂ. ഏതൊക്കെ എനിക്ക് വേണം വേണ്ടാന്ന് പറഞ്ഞു കൊടുത്തത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് അവരാണ് ചെയ്തത്. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മെർലിന് വയ്യാതായി. മെർലിൻ പാല് കാച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി ഇന്നത്തെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആളെ കാണാനില്ല, ആള് വീണു. പിന്നെ ഒരു അനക്കവും ഇല്ല. അപ്പോൾ ഈ മാറ്റുന്നതിൻ്റെ കാര്യം വന്ന സമയത്ത് ഷിബിനും കുക്കുമാണ് ഫുള്ള് 2 ദിവസം വെളുപ്പിന് 4 മണി വരെ അവരുണ്ടായിരുന്നു. ഫുള്ള് മാറ്റി വീടും കംപ്ലീറ്റ് ഫുൾ പൂട്ടി എൻ്റെ താക്കോൽ എടുക്കുന്നത് വരെ അവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു കടമ്പ ഇന്നത്തെ ദിവസം കടന്നു കിട്ടി. ദൈവത്തിനടുത്ത് ഭയങ്കരമായ നന്ദി, ഭയങ്കര സന്തോഷവും. എല്ലാവരോടും വന്ന എൻ്റെ ഈ ഒരു ഫംഗ്ഷൻ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക്, ഞാൻ നന്നാകണമെന്ന് ആഗ്രഹിച്ചവർക്ക്, ഇന്ന് ഈ ഒരു വിശേഷ ദിവസം എനിക്ക് വേണ്ടി കാര്യങ്ങൾ മാറ്റി വെച്ച് വന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ദൈവത്തിന് ഒരുപാട് നന്ദി. ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ ഉയർച്ച തന്നതിലും ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയതിലും ഓരോ ദിവസവും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ദൈവമേ, എനിക്ക് നാളെ ഇതിനെക്കാട്ടിലും ഭയങ്കര അടിപൊളി സംഭവം ആകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. നാളെ എനിക്ക് ഇതിനെക്കാട്ടിലും കാശ് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നാളെ എനിക്കിപ്പോൾ എത്ര അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി എനിക്ക് അച്ചീവ്മെൻറ്റ്സ് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാനിപ്പോൾ എങ്ങനെ പോകുന്നുണ്ടോ അതിൽ നിന്ന് എനിക്കൊരു മുട്ടുണ്ടാകാതെ പോകണം. ഞാൻ നാളെ എഴുന്നേക്കും, അയ്യോ ഇന്നത്തേക്ക് എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ നടത്താൻ എൻ്റെ പൈസ ഇല്ലല്ലോ ദൈവമേ എന്ന് എനിക്ക് വിചാരിച്ച് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. എനിക്ക് മുട്ടില്ലാണ്ട് കഴിഞ്ഞു പോകണം, എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി തന്ന് എന്നെ എപ്പോഴും ഇങ്ങനെ ബ്ലെസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഈ വീട് ഞാൻ എന്ന് മേടിച്ചോ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട് പണി കഴിയുമ്പം എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് പ്രയർ യൂണിറ്റ് ചെയ്യണം, ദൈവത്തിന് ഇരിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥാനം കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പ്രയർ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതൊക്കെ ഞാൻ ഹോം ടൂർ വരുമ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം. സോ നമ്മുടെ ഒരു പാല് കാച്ചലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ വ്ളോഗോട് കൂടി തീരുവാണ്. നമ്മൾ 2 പാർട്ടായിട്ടായിരുന്നു ഇട്ടിരുന്നത്, ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. താങ്ക് യു.